രാഗിയൊക്കെ എപ്പോഴാ പറിക്കുക? എന്താ പറിച്ചു കൊണ്ടുപോകാൻ വന്നതാ? അല്ല, സീസൺ എപ്പോഴാന്നാ ചോദിച്ചത്. എന്നോട് ചോദ്യം ചോദിക്കാൻ ഇയാളാരാ? മാഷ? പോട്ടെ ലോറൻസ് ചേട്ടാ, സാർ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. ഇല്ലാത്തത് എഴുതുന്നവരാ ഈ പത്രക്കാര്. എനിക്ക് തീരെ ഇഷ്ടല്ല ഈ വിറ്റകളെ. അല്പം കൂടെ മയത്തിൽ സംസാരിച്ചൂടെ? ദാസാ, ഇവനത്ര ശരിയല്ല. ഇവനങ്ങടെ ഇറക്കി വിടുക. വർമ്മ സാറിന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മുടെ പണി തെറിക്കും. സാറിന് എന്താ അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനുള്ളപ്പോ നീ പറയണ്ട, ചോദിക്കേ. ഈ മോന്തേല് നോക്കി എങ്ങനെയാ ചോദിക്കുക? ഒന്ന് ചിരിച്ചൂടെ? അപ്പൊ ചിരിക്കാൻ അറിയാൻ ലോറൻസ് ചേട്ടന്. ഇനി ഞാൻ ചോദിക്കാം, റിട്ടയർഡ് ആയ ശേഷം വർമ്മ സാർ ഇവിടെയാണോ താമസം? പാലക്കാട് ഒരു വീടുണ്ട്, വല്ലപ്പോഴും അവിടെ പോകും. എന്നോടാ ചോദിച്ചത്, ഞാൻ പറഞ്ഞോളാം. ഓ പറഞ്ഞോ. സാറും ഭാര്യയും അമ്മയും ഇവിടെ തന്നെയാ താമസം. പിന്നെ ഒരു മോളുണ്ട്. അത് ബാംഗ്ലൂര് സാറിന്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാ പഠിക്കണേ. ഇനി എന്താ അറിയണ്ടേ? ഇനി ഞാൻ സാറിനോട് ചോദിച്ചോളാം. എങ്ങനെ ഈ നേരം വരെ എന്നോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചോളാന്നാ? എങ്കിൽ ലോറൻസ് ചേട്ടൻ തന്നെ പറ. അങ്ങനെ വഴിക്കുവാ. വണ്ടി നിർത്തണ്ട, ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ ഫാമും സാറ് താമസിക്കുന്ന ബംഗ്ലാവും പണ്ടൊരു സായിപ്പിന്റെ ആയിരുന്നു. ഫിലിപ്പ് ഹെൻറി സായിപ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ ബിൽഡിങ്ങോ? അതും സായിപ്പ് പണിത് തന്നെയാ. അവരതിന് വൈനറി എന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞ സായിപ്പിന് കുടിക്കാൻ ഒരു കള്ള് ഷാപ്പ്. ആ സായിപ്പിന്റെ കാലത്ത് പണിക്ക് വന്നതായി എന്റെ അപ്പന്റെ ഒപ്പം ഞാനും. പിന്നെ സായിപ്പിന്റെ വർമ്മ സാറിന്റെ അച്ഛൻ വാങ്ങിച്ചത്. ഞാൻ പറയണേന്റെ ഇടയിൽ കേറി പറയരുത്. ഇനി ഒന്നും പറയണമെന്നില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പത്രക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ പറയണേല് മുൻപ് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പുഷ്ടിയില്ല മോനെ, ഒരെണ്ണം തന്നെ. നമ്മുടെ ജനറൽ അങ്കിളിന് അൽഷിമേഴ്സിന്റെ തുടക്കാണോന്ന് എനിക്കൊരു ഡൗട്ട്. തന്നെ രക്ഷിച്ച സംഭവം മൂപ്പർക്ക് ഓർമ്മയില്ല അത്രേ. അതെന്താ അങ്ങനെ മറക്കാൻ? ചില കാര്യങ്ങൾ മാത്രം മറന്നു പോകുന്ന ഈ അൽഷിമേഴ്സ് എന്നോട് ചോദിക്കുക അതൊരു ഫേക്ക് സ്റ്റോറി ആണോ. ഒരു കള്ളക്കഥ പറഞ്ഞ ഞങ്ങളെയൊക്കെ പറ്റിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? താനൊരു ഫ്രോഡാണെന്ന്. എന്താ അങ്കിളിന് അങ്ങനെ ഒരു സംശയം തോന്നാൻ? എല്ലാവരെയും സംശയത്തോട് നോക്കുന്ന ഒരാൾക്ക് എല്ലാം സംശയം തന്നെയാ. ഇത്രയും കൊല്ലായില്ലേ ഞാനിവിടെ. എന്നെ നോക്കുന്നു സംശയത്തോട് തന്നെയാ. പഠിപ്പില്ലെങ്കിലും വലിയ പട്ടാളക്കാരനല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പറയും ആള് ഫ്രോഡാണോ ഡീസന്റ് ആണോ എന്ന്. ഇപ്പൊ സുധീർ സാറ് ഫ്രോഡാണെന്ന് തോന്നുമെങ്കിലും സാറിനെ കണ്ടാൽ തന്നെ പറയും ഡീസന്റ് ആണെന്ന്. താൻ എന്നെ ഫ്രോഡാക്ക? ഇന്ന് ഞായറാഴ്ച സാറേ, ഞായറാഴ്ച ഞാൻ നുണ പറയില്ല. ക്ഷമിക്കണം സാറേ, സാറ് വണ്ടിയിൽ ഇരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പിച്ചക്കാരനാണെന്ന്. ഇനി എനിക്കെന്റെ അവിടെ ഇരുന്നോ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. രാഗിയ ഇപ്പോഴത്തെ വായിലിരിക്കുന്ന തെറി മുഴുവൻ കേൾക്കും. താനറ്റൻഡി നമ്മൾ വെറുതെ നടക്കാറിയാന്ന് പറ. ഞായറാഴ്ച ഞാനും നുണ പറയാറില്ല. മാനവ മര്യാദയ്ക്ക് കള്ളു കുടിക്കാൻ സമ്മതിക്കാത്ത ഭാര്യയെ വെച്ച് പൊറിപ്പിക്കരുത്. ചവിട്ടി കൊല്ലണം, എന്നിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കുക. അതെ, എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കമോൺ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വാ സുധീം വാ. കണ്ടാൽ അറിഞ്ഞൂടെ അയാൾ നല്ല കണ്ടീഷനിലല്ല. വീട്ടിലേക്ക് ചെല്ല്, രാഖി അവിടെ കാത്തിരിപ്പുണ്ട്. ഗൗതം കേറ്. അതെ ചെല്ലേ, അങ്കിൾ പറഞ്ഞ കേട്ടില്ലേ? രാഖി അവിടെ പ്രാഗി കാത്തിരിപ്പുണ്ടാവും. നീ കേറ്. അല്ല ഞാൻ അങ്കിളാ ടൈപ്പ് ഒന്നും അല്ല. ഓക്കെ അങ്കിൾ. കാല് അത് ഞാൻ അടിച്ചോളാം. അല്ല സ്വന്തം കാല്. ഓ ഈ കാല്. ഓൾ ദ ബെസ്റ്റ്.
സായിപ്പുള്ള കാലത്ത് മുന്തിരി പറിച്ച് ചവിട്ടി കുഴച്ച് ചാറാക്കി ഇതിലൊഴിച്ച് അടച്ചു വെക്കും. പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ക്രിസ്മസിനാ തുറക്കുക. സാറിന്റെ അച്ഛനുള്ളപ്പോ 1 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ട് നിന്നു. നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ ലോറൻസ് ചേട്ടാ? ആവാലോ. കൊറേ കൊല്ലായില്ലേ ഇപ്പൊ ഇത് തുറന്നിട്ട്, ഇല്ലേ ലോറൻസേ? പിന്നെ അന്ന് ഡൽഹിന്നും ശ്രീനഗറിൽ നിന്നും അങ്കിളുടെ പഴയ കൊലീഗ്സും ഫാമിലിയും ഒക്കെ വന്നപ്പോഴായിരുന്നു അത്. അന്നത്തെ ബാക്കി വൈനിധി കാണുമോ? ഉണ്ടാവും. എന്റെ അമ്മോ, ഇത്രയും വലിയ ബാരലോ? ഇത് കൊള്ളാലോ ലോറൻസ് ചേട്ടാ. ലോറൻസ് ചേട്ടാ അടിയിൽ കുറച്ചുണ്ട്. ഇതെങ്ങനെ എടുക്കാ? അതിനല്ലേ ബക്കറ്റും കയറും. ദാ വരുന്നു. എല്ലാവരും ഒന്നങ്ങോട്ട് ഉഷാറായിക്കോളൂ. അങ്ങോട്ട് പോട്ടെ മോനെ. ബക്കറ്റ് നീ വേഗം ചെല്ലടാ. എന്നിട്ട് മുക്കി ഇങ്ങോട്ട് പോരട്ടെ. അമ്പടിയും ബക്കാളിയേ. എന്റെ കർത്താവേ, സ്വയംഭ സാധനം. സുസാറൊന്ന് നോക്കി. അല്പം ഒന്ന് കഴിച്ചു നോക്കണം അങ്കിൾ. നല്ല സൂപ്പർ സാധന. 10-20 കൊല്ലത്തെ പഴക്കമുള്ളതല്ലേ. പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടും, ചില ഓർമ്മകൾ പോലെ. ലോറൻസേ, ഓ. നാളെ നമ്മൾ വീഞ്ഞുണ്ടാക്കാൻ പോവാ. എന്താ, കുറച്ചൊന്നും പോരാ, ഈ ബാരൽ മുഴുവൻ. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ മായാലോകം, അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ മായാലോകം, അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. വാലില്ല കാട്ടുകുരങ്ങേ, ചാഞ്ചാടിയാടുന്നതെന്റെ മുന്തിരി വള്ളിയിലൂഞ്ഞാലു കെട്ടാൻ ഇണയെ കൂട്ടുന്നുവോ? ോട് വെച്ചുവാ കാട്ടുമാറ്റാനേ കാവൽക്കാരാ, അറ നിറച്ചു വിളവെടുത്തുവാ. തേൻ തുളുമ്പും പ്രണയപ്പൂ കൊണ്ടുവാ. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ മായാലോകം, അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. ചുവപ്പ് മുന്തിരി കാലാലെ മെതിച്ച് ചാറാക്കി ജാറിൽ നിറച്ച് കാലാകാല മുടി വച്ച് തുറന്നാൽ വീഞ്ഞിൻ രാജാവല്ലേ. പാതിരാച്ചോലയിൽ നീന്തി നീന്തി തിരമുറിച്ചു മുകിലിലൂടെ പറന്നുവാ. പാൽ പോൽ വരൂ
മുന്തിരിപ്പൂവിൻ വർണ്ണജാലം മാമലങ്കാട്ടിലെ മായാലോകം അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. La 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 la. La 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 la. ലോറൻസ് പൊയ്ക്കോളൂ, ഞങ്ങൾ അല്പം വൈകും. പൊയ്ക്കോ, പോയി കിടന്നുറങ്ങിക്കോ. നീ വരുമോന്ന് ഞാൻ സംശയിച്ചു. അഭിനയം മൊത്തത്തിൽ നന്നായി. നീ പറഞ്ഞതാ ഞാൻ ചെയ്തത്. നിന്നേക്കാളും നന്നായി ഇവിടെ അഭിനയിക്കേണ്ടത് ഞാനല്ലേ? എന്താ പാതിരാത്രി ഉദ്ദേശം? ഈ രാത്രിയോടെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നീയും. മനസ്സിലായില്ല. മനസ്സിലാവും. അതിനു മുമ്പ് ഒരവസരം കൂടി നിനക്ക് തരിക. ഇപ്പോ ഈ രാത്രി തന്നെ നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. ഇനി ഒരിക്കലും എന്റെയോ എന്റെ മോളുടെയോ മുന്നിൽ നീ വരാൻ പാടില്ല. പറ, അതിനെത്ര പണം വേണം? ഓ, കൈമടക്ക്. എത്ര തരും? പറഞ്ഞോ, എത്ര വേണം? അപ്പൊ കുറ്റസമ്മതം. ഒടുവിൽ സാർ കുറ്റം സമ്മതിച്ചു, അതിനല്ലേ കൈക്കൂലി? നോ, നടക്കാത്തൊരു കാര്യം സമ്മതിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതും പറഞ്ഞ് ഇനി നീ എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കാൻ വേണ്ട. അവള് നിന്നെ സ്നേഹിച്ചു പോയി, അതിന്റെ വിലയായത്. അത് കൊള്ളാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റന്നാൾ ഞങ്ങളുടെ കല്യാണ നിശ്ചയമല്ലേ, അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് വിലവേശാം. അപ്പോ മോൾക്കും കാര്യം മനസ്സിലാവൂല്ലോ. അതുവരെ നീ ഭൂമിയിൽ ഉണ്ടായിട്ട് വേണ്ടേ? എടാ പീറ ചെറുക്ക, അങ്ങനെ നീ മിടുക്കനാവണ്ട. നീ എനിക്കൊരു ഇര പോലുമല്ല. ഒളിയുദ്ധം വേണ്ട, നേർക്ക് നേരെ യുദ്ധം ചെയ്യും. അതാ ഞങ്ങൾ പട്ടാളക്കാർക്ക് ശീലം. ഗുഡ് മോർണിംഗ് ജനറൽ സാബ്. ശരിക്കൊന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. മുന്തിരിച്ചാറിൽ സുഖമായിട്ടൊന്ന് നീരാടി. ഒരു ഗംഭീര നീരാട്ട്. ഒമർ ഖയ്യാമോ സോളമനോ ആരാണ്ട പണ്ട് പാടിയിട്ടില്ലേ, മുന്തിരിച്ചാറിൽ നീന്തി തുടിക്കുന്നതിന്റെ സുഖത്തെ പറ്റി? ദൈവം എന്റെ കൂടെയാണ് സാർ. അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായി ലോറൻസ് ചേട്ടന് വരാൻ തോന്നുന്നു. ലോറൻസ് ചേട്ടാ, എന്താ ഉണ്ടായതെന്ന് സാറിനൊന്ന് പറഞ്ഞു കൊടുക്ക.
എന്റെ കർത്താവേ. സാറേ 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 ഇതെന്ത് പറ്റിയതാ? വൈൻ കട്ടുപിടിക്കാൻ വന്നപ്പോ കാല് തെറ്റി വീണെന്ന് പറഞ്ഞ ലോറൻസ് ചേട്ടൻ വിശ്വസിക്കോ? ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ലോറൻസ് ചേട്ടാ. കാര്യം എന്നാ സാറേ? ദൈവത്തിന്റെ കളിയാന്ന് കരുതിക്കോ. ഈ കളിയിൽ ഞാൻ ജയിച്ച ലോറൻസ് ചേട്ടനൊക്കെ മനസ്സിലാവും. ഞാൻ തോറ്റ ഒന്നും മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? ദൈവത്തിന്റെ ആ കളി ഞാനും സാറും തമ്മിലാ. തൽക്കാലം ലോറൻസ് ചേട്ടൻ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ലോറൻസ് ചേട്ടൻ സാറിന്റെ വിശ്വസ്തനായ പണിക്കാരനല്ലേ? അതുകൊണ്ട് ഇന്നലെ രാത്രി എന്തോ ഒരു ദുസ്വപ്നം കണ്ടു എന്ന് കരുതി വെച്ച് ഒന്ന് കുരിശ് വരച്ചിട്ട് ജോലിക്ക് പൊക്കോളൂ. The last war. നാളെ അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിലോ? പറയും. അതല്ലാതെ അയാൾക്ക് വേറെ വഴിയുണ്ടോ? ഇതെന്ത് പ്രതികാരം നിന്റെ? ഇത് പ്രതികാരമാണോ? പ്രതികാരമാണെങ്കിൽ ഞാൻ അയാളെ കൊല്ലല്ലേ വേണ്ടത്? എങ്കിൽ ഞാനത് പണ്ടേ ചെയ്യേണ്ടതല്ലേ? പിന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന നമ്മുടെ പട്ടാളക്കാർക്കിടയിൽ ഇനി ഒരിക്കലും അയാളെ പോലെ ഒരാളുണ്ടാവും പാടില്ല. അതയാൾ ഏറ്റു പറയണം. അതിന് അയാളുടെ മരണത്തെക്കാൾ 1000 മടങ്ങ് വിലയുണ്ടാവും. കാറ്ററിംഗിന്റെ ഏർപ്പാടൊക്കെ എങ്ങനെയാ ദാസപ്പ? അത് നമ്മുടെ അശോകേട്ടനെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ, ഈ പെമ്പിള്ളേരുടെ കൂടെയുള്ള ഷോപ്പിംഗ് ഇനിയില്ല. എന്റെ ഒരു ദിവസാ പോയത്. നിങ്ങളെ പറ്റി 1 മണിക്കൂറായി. അങ്കിളിനെ കണ്ടില്ലേ അച്ഛാ? കണ്ടു. മൂപ്പർക്ക് എന്തോ ഒരു ഉത്സാഹക്കുറവ്. എന്തു പറ്റി? എനിക്കും തോന്നി. എന്താ അമ്മേ കാര്യം? എന്തെങ്കിലും ചെറുത് മതിയിലോ? ആ മേജർ വന്നത് ഇഷ്ടായില്ല തോന്നുന്നു. ഒരു മഹാകുടിയൻ. അമ്മേ, ഗൗതവിടെ? പക്ഷെ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവളോട് എന്ത് പറയുന്നത്? സ്വന്തം അച്ഛനോട് പകരം വീട്ടാമെന്ന ഒരാളോട് ആ കുട്ടി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അറിയില്ല എനിക്ക്. ആദ്യം അയാളിലേക്ക് എത്താനുള്ള ഒരു മാർഗം അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ അവൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട്. ഹലോ, ഇയാളെന്നെ അറിയോ? അമ്മ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. കുട്ടിയായിരുന്നപ്പോ കണ്ടല്ലോ. അന്ന് മോളെന്നെ ക്യാറ്റങ്ങളെന്നാ വിളിച്ചിരുന്നത്. ചെറിയ ഓർമ്മയുണ്ട്. ഷോപ്പിങ്ങിന് വിളിച്ചിട്ട് വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അല്പം ഫ്രീഡം എടുത്തു. നാളെ എൻഗേജ്മെന്റിന് ഇടാൻ എന്റെ വക ഡ്രസ് വാങ്ങി. നോക്ക്, ഇഷ്ടപ്പെടാൻ വഴിയില്ല. സുധിയേട്ടൻ ആകെ കൺഫ്യൂഷൻ ആക്കി. സാരമില്ല, ശ്രേയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. Pride and honor of the army and the nation. I apologize to the nation and the people of India and hereby return every single felicitation and award which the nation had conferred on me. Yours sincerely, Harindranath Verma.